നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. അഹങ്കാരം കൊണ്ട് അന്ധനാകുമ്പോൾ മനുഷ്യന് ധർമ്മബോധം നഷ്ടമാകും. അതിൻ്റെ ഫലമായി പ്രകൃതിയുടെ താളലയം നഷ്ടമാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ദുരന്തങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത്. വാസ്തവത്തിൽ അവയെ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. പ്രകൃതിയെ അമ്മയെപ്പോലെ കരുതാൻ മനുഷ്യരെ അപ്രതീക്ഷിതമായി വീണ്ടും ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിക്കും. അടുത്ത നിമിഷത്തിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അടുത്ത ശ്വാസം പോലും നമ്മുടെ കയ്യിലില്ല. ഈ നിമിഷം മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടേതായിട്ടുള്ളത്. വർദ്ധിച്ചു വരുന്ന അഹന്ത കാരണം സത്യം കാണാൻ കഴിയാതെ അർദ്ധനിദ്രയിൽ കഴിയുന്ന മനുഷ്യരെ ഉണർത്താനുള്ള അലാമാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ചണ്ഡാലോ മനീഷാ മമ ബ്രഹ്മൈവാഹമിദം ജഗच्च സകലം ചിന്മാത്രവിസ്താരിതം ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം സന്ധ്യാദീപം. ജഗത്തും ബ്രഹ്മം തന്നെ. എല്ലാം ഏകജ്ഞാന സ്വരൂപത്താൽ പറയപ്പെട്ടവയാകുന്നു. ഈ ഭേദങ്ങളെല്ലാം തന്നെ സത്വരജ തമോ ഗുണങ്ങളായ ത്രിഗുണാത്മികമായ അവിദ്യയാൽ കൽപ്പിക്കപ്പെട്ടവയാകുന്നു. എല്ലാം തന്നെ ഞാനാൽ തീരുമാനിക്കപ്പെട്ടവയാകുന്നു. ഇപ്രകാരം ആരാണോ സുഖകരവും നിത്യവും പരവും നിർമ്മലവുമായ ആത്മാവിൽ ദൃഢമായ ബുദ്ധിയുള്ളത്, അയാൾ ലോകത്തിൻ്റെ കണ്ണിൽ ചണ്ഡാലനായാലും ബ്രാഹ്മണനായാലും ഉറപ്പായും ഗുരു തന്നെ. ശ്രീ ശങ്കരാചാര്യത്തിലെ ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുക. വാക്യം ചേർത്താൽ മൂന്നാം ശ്ലോകം. എല്ലാ ശ്ലോകത്തിലും ആവർത്തിക്കുന്നത്
എൻ്റെ മനീഷ എന്നാണ്. എന്താണ് മനീഷ? ഗച്ഛ സകലം ചിന്മാത്രവിസ്താരിതം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതി സുഖതര ചണ്ഡാലോസ്തു സദുദ്ദിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം സർവം ചൈതദവിദ്യയാ ത്രിഗുണയാ ശേഷം മയാ കൽപ്പിതം ഇത്തം യസ്യ ദൃഢാമതി സുഖതരേ നിത്യേ പരേ നിർമ്മലേ ത്യേഷാ മനീഷാ മമ ബ്രഹ്മൈവാഹമിദം ജഗച്ഛ സകലം ബ്രഹ്മ ഏവ അഹം ഇദം സകലം ചിന്മാത്ര വിസ്താരിതം സർവം ച ഏതത് ത്രിഗുണയാ അവിദ്യയാ അശേഷം മയാ കൽപ്പിതം. പറയുകയാണ്, ബ്രഹ്മ ഏവ അഹം, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു, അഥവാ ബ്രഹ്മം തന്നെയാകുന്നു ഞാൻ. എന്താണ് തൻ്റെ സ്വരൂപമെന്ന് വിചാരം ചെയ്യുകയാണ്. ഞാൻ ആര്? ഞാൻ എന്തല്ല എന്ന് ആരംഭത്തിൽ നേതി ക്രമത്തിൽ ചിന്തിക്കുന്നു. ഇതല്ല എന്ന ക്രമത്തിൽ. എങ്ങനെയെന്നാൽ, ഞാൻ സ്ഥൂല ശരീരമല്ല, ഇതെൻ്റെതാണ്. നല്ല ശസ്ത്രക്രിയാ വിദഗ്ധന്മാർ ഈ ശരീരത്തിലെ അംഗങ്ങളെ മാറ്റിവെക്കുന്നു. ഹൃദയം മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ വൃക്കകളെ മാറ്റിവെക്കുന്നു, കരൾ മാറ്റിവെക്കുന്നു, കയ്യോ കാലോ തലമുടിയോ ഒക്കെ മാറ്റിവെക്കുന്നു. ശാസ്ത്രം സാങ്കേതിക വിദ്യ വികസിച്ചാൽ തല മാറ്റിവെക്കളൊക്കെ വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലക്ഷക്കണക്കിന് നാഡികളെ തുന്നിച്ചേർക്കാനുള്ള സംവിധാനമൊക്കെ വന്നു കഴിഞ്ഞാൽ തല മാറ്റിവെക്കൽ ഓപ്പറേഷനൊക്കെ വരും. ഈ ശരീരം മുഴുവൻ മാറ്റിയാലും ഞാൻ മാറുന്നില്ല. ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് ഞാനല്ല, എൻ്റെതാണ്. മനസ്സ്, ബുദ്ധി ഞാനല്ല, എൻ്റെതാണ്. ഇങ്ങനെ എന്ത് താനല്ലയോ അതിനെ നമുക്ക് നിഷേധിച്ച് മാറ്റിവെക്കുന്നു. അപ്പോഴാണ് ചിന്ത വരുന്നത്, എന്താണ് ഞാൻ? ാണ് ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന അറിവ് വരുന്നത്. ഞാൻ സത്താണെന്ന ബോധം എങ്ങനെ ആർജിക്കാം? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ തീർത്തും വിഭിന്നങ്ങളായ മാറി വരുന്ന നമ്മളെല്ലാവരും ദിവസവും ഈ 3 അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒരവസ്ഥയിലെ അറിവ്, അനുഭവം മറ്റൊരവസ്ഥയിലില്ല. ഒരവസ്ഥയിലുള്ള അഭിമാനം മറ്റൊരവസ്ഥയിലില്ല. ചിന്തിക്കുക. വരും. ജാഗ്രത്തിൽ നടന്നു വന്ന ആന സ്വപ്നത്തിൽ ചിലപ്പോൾ പറന്നു വന്നെന്ന് വരും. ഈ രണ്ടവസ്ഥകളും അത്യന്ത ഭിന്നങ്ങളാണെങ്കിലും അവയെ അറിഞ്ഞവൻ ഞാനാണെന്നുള്ളത് നമുക്കെല്ലാം വിചാരം ചെയ്താൽ മനസ്സിലാവും. മൂന്നാമത്തെ അവസ്ഥയിലേക്ക്, സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ വളരെ സുഖമായിരുന്നു, പക്ഷെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ആനന്ദത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും അറിവുണ്ട്. അപ്പം ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളിൽ അറിയുന്ന ഞാൻ ഏകനാണ്, ഞാൻ സത്താണ്, ഉള്ളവനാണ്. ഇതുപോലൊരു ജീവിതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ പോലെ മറ്റൊരവസ്ഥയില്ല. ഒരു സാമ്യവും ഇല്ല. ശൈശവത്തിലുള്ള എൻ്റെ രൂപവും
വാർദ്ധക്യത്തിലുള്ള എൻ്റെ രൂപവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അഥവാ ശൈശവത്തിലുള്ള എൻ്റെ രൂപവും യൗവനത്തിലുള്ള എൻ്റെ രൂപവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ആ സമയത്തെ അനുഭവങ്ങളെ അറിഞ്ഞതും ഈ സമയത്തെ അനുഭവങ്ങളെ അറിയുന്നതും ഞാൻ ഏകനാണ്. ഈ രണ്ടവസ്ഥകളിലും ഞാൻ അനുസ്യൂതനാണ്. അതുകൊണ്ട് ഞാൻ സത്താണ്. ജാഗ്രസ്വപ്ന സുഷുപ്തികളാകട്ടെ, ശൈശവ ബാല്യ കളെ അറിഞ്ഞവൻ ഞാനാണെന്ന് പറയുമ്പോൾ ഞാൻ അറിയുന്ന സ്വഭാവമാണ്, ചിത്താണ്. അടുത്തത് പറയട്ടെ, ഞാൻ ആനന്ദമാണ്. എനിക്ക് ഏറ്റവും സ്നേഹം എന്നോട് തന്നെയാണ്. പത്നിയേക്കാൾ സന്താനം തന്നെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ നിലനിൽക്കാൻ വേണ്ടി ശരീരത്തിൽ ഏത് ഭാഗം മുറിച്ചു കളയാനും ഞാൻ തയ്യാറാണ്. എന്നോടുള്ള പരമമായ സ്നേഹം എന്ന് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ സുഷുപ്തിയിലാണ് എനിക്ക് ആനന്ദാനുഭവമുള്ളത്. ആനന്ദാനുഭവം സുഷുപ്തിയിൽ ഞാൻ ഒറ്റയ്ക്കായപ്പോഴാണ്. ഈ പരിശോധന കൊണ്ട് ഞാൻ ആനന്ദമാണെന്നും മനസ്സിലാവും. അപ്പോൾ ആരാണ് ഞാൻ? ഞാൻ സത്താണ്, ചിത്താണ്, ആനന്ദമാണ്. ഇതാണ് ബ്രഹ്മലക്ഷണം. അപ്പോഴാണ് ബ്രഹ്മൈ എന്നുള്ള ബോധം. ഇതെങ്ങനെ കൂടുതൽ മനസ്സിലാക്കണം, നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വിബുധമുനിനത്താം ഘോരരൂപാം നമാമി. ദേവകീസുതനാം മുകുന്ദ, ഏഴകൾക്കെന്നും തുണയേകണേ. ദേവകീസുതനാം മുകുന്ദ, ഏഴകൾക്കെന്നും തുണയേകണേ. പാപങ്ങളെല്ലാം പോക്കണേ, തൃക്കൺ പാർക്കണേ ഭഗവാനേ. പാപങ്ങൾ തൃക്കൺ പാർക്കണേ ഭഗവാനേ.